ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ധനുഷ് നെല്ലിശ്ശേരി വീടിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം എല്ലാവരെയും കണ്ടുപിടിച്ചുകൊണ്ട് അവന്തികയുടെ മുറിയിൽ പോയി ഫയലും ഡോക്യുമെന്റ്സും എല്ലാം സ്വന്തമാക്കുന്നതാണ്. അങ്ങനെ എല്ലാം എടുത്തതിനു ശേഷം ധനുഷ് താഴേക്ക് ഇറങ്ങുമ്പോഴും അവന്തികയും മൂർത്തിയും ധനുഷിനായി തിരച്ചിൽ നടത്തുന്നതാണ് കാണിക്കുന്നത്. ധനുഷ് താഴേക്ക് ഇറങ്ങി വീടിന്റെ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും അവന്തികയും മൂർത്തിയും ധനുഷിനെ കൈയോടെ പിടികൂടുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് മാസ്ക് മാറ്റി ധനുഷിനെ കാണുമ്പോൾ ധനുഷിനെ കണ്ട് ആദ്യം ഞെട്ടലോടെയും പിന്നീട് പുച്ഛത്തോടെയും നിൽക്കുന്ന അവന്തികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അവന്തിക സേതുവിന്റെ ഇപ്പോഴത്തെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നതാണ്. എന്റെ വീടിന്റെ പടി നീ ചവിട്ടരുതെന്ന് സേതു പറയുമ്പോ അപ്പോ എന്റെ വീട്ടില് ആർക്ക് വേണമെങ്കിലും കേറാം അല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് എല്ലാവരും പുറത്തേക്ക് ചെല്ലുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് സച്ചി ചോദിക്കുകയാണ്, അല്ല നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഈ രാത്രി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതേ നിങ്ങൾക്കെല്ലാവർക്കും ഒരു സമ്മാനം തരാനായിട്ടാ. എന്റെ വീട്ടിലെ ഒരു കള്ളൻ കേറി. പക്ഷേ ചോദ്യം ചെയ്തപ്പോ ആ കള്ളൻ പറഞ്ഞു, നീ പറഞ്ഞിട്ടാ എന്റെ വീട്ടിൽ കയറിയതെന്ന്. അർച്ചനയെ നോക്കി പറയുകയാണ് അവന്തിക. സത്യമാണോടി, നീയാണോ എന്റെ വീട്ടിലേക്ക് കള്ളനെ അയച്ചതെന്ന് അവന്തിക ചോദിക്കുമ്പോ ഞാൻ ആരെയും അയച്ചിട്ടൊന്നുമില്ലെന്നും അർച്ചന പറയുന്നു. സത്യം പറഞ്ഞാൽ പോലീസിൽ ഏൽപ്പിക്കാമെന്നാ ഞാൻ ആദ്യം കരുതിയത്. പിന്നെ കരുതി വേണ്ട, ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കാമെന്ന്. അമ്മാവാ, ആ കള്ളനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായി അവന്തിക പറയുമ്പോ അനിരുദ്ധൻ മൂർത്തിയും ചേർന്ന് ധനുഷിനെ പുറത്തേക്ക് ഇറക്കുകയാണ്. എന്താ ഇതെന്ന് ചോദിച്ച് സ്നേഹ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അത് പിന്നെ നിന്റെ ഭർത്താവെ വല്ലവരുടെയും വാക്ക് കേട്ട് എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയതാണെന്ന് അവന്തിക പറയുന്നു. മൂർത്തിയും അമ്മാവനും കൂടി ചെറുതായിട്ടൊന്ന് കൈകാര്യം കൂടി ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ നന്ദൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇവൻ എന്തെങ്കിലും പറ്റിയാ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് നന്ദൻ പറയുമ്പോ ഇവനെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാത്തത് എന്റെ ദയായിട്ട് മാത്രം നിങ്ങൾ കരുതിയാ മതിയെന്ന് അവന്തിക പറയുന്നു. അച്ഛാ, ഞാനിപ്പോഴും അച്ഛന്റെ അവന്തിക തന്നെയാ. അതുകൊണ്ടല്ലേ ഇവന് ഒന്നും പറ്റാതെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. എന്റെ അച്ഛനെ നിങ്ങൾ ചതിച്ചില്ലായിരുന്നെങ്കിലേ ഒരു പാവം പെൺകുട്ടിയായിട്ട് ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ജീവിച്ചേനെ. ഇത് കേൾക്കുന്ന ധനുഷ് ദേഷ്യത്തോടെ പറയുകയാണ്, ആ ഡോക്യുമെന്റ്സ് എല്ലാം നീ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ. അത് തിരിച്ചെടുക്കാൻ ശ്രമിച്ചതിലെ ഒരു തെറ്റുമില്ല. എന്നിട്ട് എന്തു പറ്റി? എടാ, നീയും ഇവളുമൊക്കെ മനസ്സിൽ കാണുമ്പോ തന്നെ ഞാനത് മാനത്ത് കാണും. പിടിച്ചാളെ തിരിച്ചു കൊണ്ടുവന്ന് വിട്ടില്ലേ ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് പോകാമെന്ന് അർച്ചന ദേഷ്യത്തോടെ പറയുന്നു. നന്ദേട്ടാ, നിങ്ങളാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഇവളെ ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ നമ്മൾക്കിടയിലുള്ളെന്ന് അവന്തിക പറയുമ്പോ സ്വത്തും പണവും പോയതൊന്നും ഞാനിപ്പോ പ്രശ്നമാക്കുന്നില്ല. നന്ദന്റെ ജീവിതത്തിൽ നീ പോയത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നപരിഹാരം. എന്നെ ചതിച്ച് നീ നേടിയതൊന്നും ഒരിക്കലും നിലനിൽക്കില്ല. നന്ദ ധനുഷിന്റെ കയ്യിലെ കെട്ടഴിച്ചു വിടാനായി സേതു പറയുന്നു. അപ്പൊ ശരി, രാത്രിയിൽ യാത്ര പറയുന്നില്ല, പോയിട്ട് വരട്ടെ അച്ഛാ എന്ന് ചോദിച്ചുകൊണ്ട് അവന്തിക കാറിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോ അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ്, നിൽക്കടി. അങ്ങനെ അങ്ങ് പോയാലോ? നീ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. ആ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ വേണ്ടി തന്നെയാ ധനുഷ് നിന്റെ വീട്ടിലേക്ക് വന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതുമാണ്. നിർഭാഗ്യവശാൽ അവൻ നിന്റെ കയ്യിൽ പെട്ടു. എന്നാലേ ഇനി ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ആ ഡോക്യുമെന്റ്സ് എല്ലാം നീ തന്നെ കോടതിയിൽ കൊണ്ടുവന്ന് തരും. അതൊക്കെ നിന്റെ വെറും സ്വപ്നം മാത്രമാണെന്ന് അവന്തിക പറയുമ്പോ അഡ്വക്കേറ്റ് നരസിംഹൻ നിന്റെ കള്ളക്കളികളെല്ലാം കോടതിയിൽ പൊളിച്ചടുക്കിയിരിക്കുമെന്ന് അർച്ചനയും പറയുന്നു. നീ പണം കൊടുത്ത് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ചെന്ന കാര്യമെല്ലാം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഒരു കാര്യം നീ ഓർത്തോ, ഈ നിൽക്കുന്ന അച്ഛൻ നിന്റെ അച്ഛനെ ചതിച്ചിട്ടില്ലെന്ന് നീ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഇത് കേൾക്കുന്ന അവന്തിക ഒന്ന് പോടിയെന്ന് പറഞ്ഞ് കാറിൽ കയറാൻ ഒരുങ്ങുമ്പോ അനിരുദ്ധൻ പറയുകയാണ്, അങ്ങനെ ഒരു ദിവസം വരില്ല. കാരണം ചതിച്ചതേ ഈ നിൽക്കുന്ന സേതുമാധവൻ തന്നെയാണ്. ഇത് കേൾക്കുന്ന സേതു ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അനിരുദ്ധന്റെ കാരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ്. കള്ളം പറയുന്നോടാ റാസ്കൽ. പാവ നിന്റെ അമ്മാവൻ ഈ രാത്രിയില് ഇയാളെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു തല്ല് വാങ്ങിക്കൊടുത്തപ്പോ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. ആദ്യം നീ നിന്റെ അച്ഛന് പോയി മോക്ഷം കൊടുക്കാൻ നോക്ക്, എന്നിട്ട് നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്ക്. അന്നേരം ഞങ്ങൾ നിന്നെ അംഗീകരിക്കാമെന്ന് അർച്ചന പറയുന്നു. അതൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവന്തിക കാറിലേക്ക് കയറുമ്പോഴാണ് മൂർത്തിയോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് മൂർത്തിയുടെ കരണം പുകച്ചൊന്ന് ധനുഷ് കൊടുക്കുന്നത്. എന്നെ കൊണ്ട് അതിന് സാധിച്ചില്ലെന്ന് അവര് പോയി കഴിയുമ്പോ ധനുഷ് അർച്ചനയോട് പറയുമ്പോ അതൊന്നും കുഴപ്പമില്ലെന്നും ധനുഷ് ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നും ബാക്കിയെല്ലാം നമുക്ക് പിന്നെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അർച്ചന അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നേരം പുലർച്ചെയാകുന്നതാണ്. സച്ചി അർച്ചനയ്ക്ക് വേണ്ടി മസാലദോശ വാങ്ങിക്കൊണ്ട് വരികയാണ്. ഞാനിപ്പോ മസാലദോശ കഴിക്കാറില്ലെന്ന് അർച്ചന പറയുമ്പോൾ എന്നോടുള്ള ദേഷ്യം ആഹാരത്തോട് കാണിക്കണ്ടെന്ന് സച്ചി പറയുന്നു. അതൊക്കെ പോട്ടെ, നൂലുകെട്ടിന് കുഞ്ഞിന് സാധനങ്ങൾ വാങ്ങാൻ പോണ്ടേ? താൻ വരാനായി സച്ചി പറയുമ്പോ ഞാൻ വരുന്നില്ലെന്ന് അർച്ചന തീർത്ത് പറയുന്നു. കള്ളം പറയുന്ന ഒരാളുടെ കൂടെ ഞാൻ എങ്ങോട്ടേക്കും വരില്ലെന്ന് അർച്ചന പറയുമ്പോ സത്യമെല്ലാം ഞാൻ തന്നോട് പറയാമെന്നും പക്ഷെ അതിനെനിക്ക് കുറച്ച് സമയം വേണമെന്നും അതുവരെ താൻ എന്നോട് പിണങ്ങരുതെന്നും സച്ചി പറയുന്നു. തുടർന്ന് കുഞ്ഞിന്റെ പേരിന്റെ കാര്യം സച്ചി ചോദിക്കുമ്പോ പേരെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും സമയമാകുമ്പോ അച്ഛൻ പേര് പറഞ്ഞോളുമെന്നും അർച്ചന പറയുന്നു. തുടർന്ന് സച്ചി മനസ്സിൽ പറയുകയാണ്, പെരുവണ്ണാപുരത്തപ്പന്റെ മുന്നിൽ വെച്ച് താലി കെട്ടുന്നതുവരെ തന്റെ ഈ പിണക്കം കാണൂ, അത് കഴിഞ്ഞ് ഞാൻ തന്നെ മാറ്റിയെടുത്തോളാം. പിന്നീട് കാണിക്കുന്നത് സച്ചി ഇറങ്ങിയ ഉടൻ തന്നെ കഥ കടച്ച് കുറ്റിയിട്ടതിനു ശേഷം
മസാല ദോശ ആസ്വദിച്ച് കഴിക്കുന്ന അർച്ചനയാണ്. എത്ര നാളായി ഞാൻ ഈ ദോശ കഴിച്ചിട്ട്. എന്താണെങ്കിലും സച്ചേട്ടൻ വരുന്നതിന് മുമ്പ് കഴിച്ചു തീർക്കണമെന്ന് പറഞ്ഞ് ധൃതിയിൽ കഴിക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. മൂർത്തി നാളെ തന്നെ അച്ഛന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണം. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനായി അവന്തിക മൂർത്തിയോട് പറയുന്നു. ആ ചടങ്ങിന് സാക്ഷിയായി അർച്ചന ഉണ്ടാകണമെന്ന് അവന്തിക പറയുമ്പോൾ നാളെയാണ് അവളുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങെന്ന് മൂർത്തി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.